ദ്രവ്യാത്മകമായ ഉറവയിൽ ജീവരേണുക്കൾ വിലയം പ്രാപിക്കുന്നു. പരിണാമ സിദ്ധാന്തത്തിൻ്റെ നിർമ്മലമായ ജീവസഞ്ചികയിൽ ഉൾത്തുടിപ്പുകളുടെ നിമ്നോന്നതങ്ങൾ കാണാം. 1000 ജീവകോശങ്ങളുടെ സമോഹനമായ ആവേഗഗമനങ്ങളിൽ മജ്ജയുടെയും മാംസത്തിൻ്റെയും നിഗൂഢ പദത്തിലൂടെ ജീവബിന്ദുക്കൾ പ്രയാണത്തിന് സാക്ഷികളാവുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ കുഞ്ഞിളം കൈകളും പിഞ്ചിളം പാദങ്ങളും നിറഞ്ഞ പാൽപുഞ്ചിരിയും ഋതുഭേദത്തിൻ്റെ ക്രമാത്മകമായ ജീവതാളങ്ങളുടെ സൂര്യകുംഭമാവുന്നു. പീഡനങ്ങളുടെ പെരുമഴക്കാലത്ത് അമ്മയിലൂടെ കണ്ടും കേട്ടും മനനം ചെയ്ത സത്യത്തിൻ്റെ ഉൾക്കരുത്തോടെ ജീവബന്ധത്തിൻ്റെ പൊക്കിൾക്കൊടിയുമായി ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി നക്ഷത്രങ്ങളുടെ ലോകത്തു നിന്നും പ്രഫുല്ലതയാർന്ന പൂക്കളെപ്പോലെ നവജാതരായ കുഞ്ഞുങ്ങൾ ഭൂമിയിൽ അവതരിക്കുന്നു. പരിവർത്തന പഥത്തിലൂടെ സഞ്ചരിക്കുന്ന മോഡേൺ സയൻസിൻ്റെ വിഭ്രമാത്മകമായ വളർച്ചയിൽ അണ്ഡവും ബീജവുമില്ലാതെ കറുത്ത കഴുകൻ്റെ കച്ചവടക്കണ്ണുമായി കൃത്രിമ ബീജസങ്കലനത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് പിറവി നൽകാൻ ആധുനിക ശാസ്ത്രലോകം പരീക്ഷണം നടത്തുന്നു. ഇവിടെ കാടിൻ്റെ വന്യതയിൽ വൈജാത്യപൂർണമായ നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്ന പാരമ്പര്യത്തിൻ്റെ നാട്ടുവഴികളിലൂടെ അണ്ഡത്തിനും ബീജത്തിനും പവിത്രതയേകാൻ വനഗന്ധമൂറുന്ന മണ്ണിൽ പിറവിയെടുക്കുന്ന ഔഷധ സസ്യങ്ങളുടെ പിൻബലത്തോടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവനാളങ്ങളുടെ സൂര്യവെളിച്ചം പകർന്നു നൽകി 9 തലമുറകളായി പ്രയാണം തുടരുന്ന പൊന്നൻ പൂശാരി മെമ്മോറിയൽ വന്ധ്യതാ ചികിത്സാലയത്തെ വിജയകരമായി മുന്നോട്ട് നയിക്കുന്നത് പാരമ്പര്യ നാട്ടുവൈദ്യശാഖയിലെ വന്ധ്യതാ ചികിത്സകനായ നിഷികാന്ത് പാടൂരാണ്. വൈവിധ്യമായ പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും ജീവിത സംസ്കൃതിയുടെയും ഉറവിടമാണ് ആലത്തൂർ. സർവ്വരോഗ സംഹാരികളായ ഔഷധ സസ്യങ്ങളുടെയും സ്പീഷീസുകളുടെയും കലവറയായ വീഴ്മല ആലത്തൂരിൻ്റെ ഐതിഹ്യപ്പെരുമയുടെ സുവർണ കിരീടമാണ്. ശ്രീരാമനെയും ലക്ഷ്മണനെയും നെഞ്ചേറ്റിയ ഹനുമാന്റെ പാദസ്പർശമേറ്റ മണ്ണാണിത്. രാമഭക്തനായ ഹനുമാൻ മൃതസഞ്ജീവിനി തേടിയുള്ള യാത്രയിലാണ് ഔഷധ സസ്യങ്ങളുടെ സംഗമഭൂമികയായ ആലത്തൂരിലെ വീഴ്മലയിലെത്തുന്നത്. ഭൂനിരപ്പിൽ നിന്ന് 1202 അടി പൊക്കത്തിലുള്ള വീഴ്മല നിരവധി ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കേന്ദ്രമാണ്. പ്രകൃതിയുടെ വരദാനമായി വീഴ്മലയിൽ തഴച്ചു വളർന്ന ഔഷധ സസ്യങ്ങളിൽ നിന്നാണ് ആലത്തൂരിൻ്റെ നാട്ടുവൈദ്യ പാരമ്പര്യത്തിന് തുടക്കമിട്ടതെന്ന് അനുമാനിക്കുന്നു. 100 വർഷം മുൻപ് ജീവിച്ചിരുന്ന പൊന്നൻ പൂശാരിയിൽ നിന്ന് തുടങ്ങി പാരമ്പര്യ നാട്ടുവൈദ്യത്തിലൂടെയുള്ള വന്ധ്യതാ ചികിത്സ ഇപ്പോൾ 9ാം തലമുറയിലെ നിഷികാന്ത് വൈദ്യരിൽ എത്തി നിൽക്കുന്നു. അലോപ്പതിയും ആയുർവേദവും ഒക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടും ഫലപ്രദമാവാത്ത ചികിത്സയിൽ നാട്ടുവൈദ്യത്തിൻ്റെ വഴികളിലൂടെ കടന്നു ചെന്നുകൊണ്ട് ദമ്പതികൾക്ക് ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ പകരുന്ന 9 തലമുറകളായി നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് പാലക്കാട് ജില്ലയിലെ പാടൂരിലുള്ള പൊന്നൻ പൂശാരി മെമ്മോറിയൽ വന്ധ്യതാ ചികിത്സാലയം. ഒട്ടേറെ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നേടിയിട്ടുള്ള നിഷികാന്ത് പാടൂരിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു ചെല്ലാം. നിഷികാന്ത്, വന്ധ്യത പലപ്പോഴും പല ആളുകളെയും വളരെ ഒരു പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. എങ്ങനെയാണ് നിഷികാന്തിൻ്റെ ഈ ഒരു പ്രത്യേകിച്ച് ഈ നാട്ടു വഴികളിലുള്ള ഈ പാരമ്പര്യത്തിലേക്കുള്ള ഒരു കടന്നുവരവ്? സ്വാഭാവികമായിട്ടും അമ്മയിലൂടെ 9ാം തലമുറയിൽ എത്തി നിൽക്കുകയാണല്ലോ, എന്താണ് തോന്നുന്നത്? വന്ധ്യത പഴയതിനേക്കാൾ കൂടുതലായിട്ട് വ്യാപിച്ചു വരുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ കാലഘട്ടം എത്തി നിൽക്കുന്നത്. നമ്മളുടെ ഭക്ഷണ രീതിയും വസ്ത്രരീതിയും പാർപ്പിട രീതിയും എല്ലാം ഇതിന് ഭാഗവാക്കാകുന്നു എന്നതാണ് എൻ്റെ വിശ്വാസം.
നമ്മുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളിലും നമ്മുടെ ഈ ശരീരത്തിൻ്റെ കോശങ്ങളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിലും കലരുന്നുമുണ്ട്. അണ്ടോൽപാദനവും അല്ലെങ്കിൽ ബീജത്തിൻ്റെ ഉൽപ്പാദനവും കുറയുന്ന ഒരു അവസ്ഥ ഇപ്പോൾ കാണുന്നുണ്ട്. പിന്നെ കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൂടുള്ള കാലാവസ്ഥ, സാധാരണ ടെമ്പറേച്ചറിൽ നിന്നും കൂടുതലായിട്ടുള്ള ടെമ്പറേച്ചറുള്ള ആളുകൾക്ക് കൗണ്ടും മോട്ടിലിറ്റിയും കുറയുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. നിഷികാന്ത്, കേരളീയ സമൂഹത്തിൽ വന്ധ്യത ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായും പ്രതീക്ഷയറ്റുകൊണ്ടാണ് നമ്മുടെ മുന്നിലേക്ക് പല ആളുകളും കടന്നു വരുന്നത്. അങ്ങനെ വരുന്ന ദമ്പതികൾ, അവരുടെ നിരാശയോടെ വരുന്ന ദമ്പതികളുടെ മുഖം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് നമ്മൾ ഉറപ്പ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ആ ഒരു അനുഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ വന്ധ്യതാ രോഗികൾ ഇവിടെ എത്തുന്നതിൽ 90% പേരും അലോപ്പതിയുടെ ചികിത്സകൾ പരിപൂർണമായും പരാജയപ്പെട്ടവർ തന്നെയാണ്. അതായത് അലോപ്പതിയുടെ ലക്ഷങ്ങൾ ചെലവരുന്ന IVF-ഉം ICSIയും പലതവണ പരീക്ഷിച്ച് പരാജയപ്പെട്ടവരും ഇവിടുത്തെ ഞങ്ങളുടെ ചികിത്സയിലൂടെ സന്താനഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എപ്പോഴായിരുന്നു ഈ നാട്ടുവൈദ്യത്തിൻ്റെ ഈ വഴിയിലേക്കുള്ള ഒരു പ്രയാണം? കാരണം 9 തലമുറകളായി ഈ ചികിത്സാ രംഗത്തുണ്ട്. 9ാമത്തെ തലമുറയിലെ ആളാണ് നിഷികാന്ത്. നിഷികാന്തിൻ്റെ ഈ വൈദ്യശാസ്ത്ര ശാഖയിലോട്ടുള്ള ഒരു പ്രയാണം? തീർച്ചയായിട്ടും ചെറുപ്പം മുതൽക്കേ നമ്മൾക്കറിയാം എൻ്റെ പാതയും ഈ വന്ധ്യതാ ചികിത്സ തന്നെയാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ പഠനകാലത്ത് തന്നെ ഔഷധങ്ങൾ ശേഖരിക്കുന്നതിലും അത് നിർമ്മിക്കുന്നതിലും അമ്മയോടൊപ്പം സജീവമായി നിന്നതുകൊണ്ട് എനിക്കത് എന്ന് മുതൽക്ക് ഞാൻ ഈ ചികിത്സയിലേക്ക് പ്രവേശിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമായി അറിയില്ല. എൻ്റെ ഓർമ്മകളിൽ മുഴുവൻ ഔഷധച്ചെടികളും ഔഷധം ശേഖരിക്കുന്ന ആളുകളുടെ കൂടെയുള്ള യാത്രകളും ഔഷധ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഓർമ്മ വെച്ച മുതൽ ഞാൻ ഈ ചികിത്സയിൽ സജീവമായി ഉണ്ട് എന്ന് പറയുന്നതാണ് എനിക്ക് പറയാൻ കഴിയുള്ളൂ. പലപ്പോഴും ഈ കാടുകളിൽ നിന്ന് ഔഷധ സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. പൊന്നമ്പൂശാരി മെമ്മോറിയൽ ട്രസ്റ്റിന് 9 തലമുറകളായിട്ട് ഇത്തരം സസ്യങ്ങളെ കണ്ടെത്തുന്നതും ഔഷധ സസ്യങ്ങളെ കണ്ടെത്താൻ അത് ഏതൊക്കെ അസുഖങ്ങൾക്ക് എന്നുള്ളൊരു രീതി ഉണ്ടോ? അത് അറിയാമോ? എങ്ങനെയാണ് നിഷികാന്ത് അത് പഠിച്ചിരിക്കുന്നത്? പൊന്നൻപൂശാരി എന്ന ഞങ്ങളുടെ പിതാമഹന് മക്കളില്ലാതെ ഇരിക്കുകയും അദ്ദേഹത്തിന് ഒരു സന്യാസിയുടെ ഉപദേശപ്രകാരം അദ്ദേഹം മരുന്നുകൾ തയ്യാറാക്കി കഴിക്കുകയും അങ്ങനെ ഞങ്ങളുടെ തലമുറകളുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഓരോ തലമുറയും ഈ 148 കൂട്ടം ഔഷധങ്ങൾ എവിടെ കണ്ടാലും, ഇപ്പോൾ റോഡിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾക്ക് വേലികളിലോ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ മരങ്ങളിലോ വേലികളിലോ അല്ലെങ്കിൽ മൈതാനങ്ങളിലുള്ള ചെടികളിലേക്കായിരിക്കും പോവുക. അപ്പോൾ നമ്മൾക്കറിയാം ഇന്ന ചെടി ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, നമ്മുടെ മെമ്മറിയിൽ നമ്മൾ കുറിച്ചിടും. ആ സമയത്ത് മരുന്ന് നിർമ്മിക്കുന്ന സമയത്ത് ഇന്ന ഔഷധം കിട്ടിയില്ല പറഞ്ഞാൽ അപ്പോൾ നമ്മൾക്കറിയാം ഇന്ന സ്ഥലത്ത് ആ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവിടെ പോയി അത് ശേഖരിക്കും. ഐതിഹ്യ പെരുമയുടെ കേദാരഭൂമികയായ ആലത്തൂർ പരശുരാമൻ പിറവി നൽകിയ 64 ഗ്രാമങ്ങളിൽ ഒന്നാണെന്നാണ് ഐതിഹ്യം. ആലവും ഊരും പരമ്പരാഗതമായ ഔഷധ സസ്യങ്ങൾ തഴച്ചു വളരുന്ന സ്ഥലങ്ങളെന്ന അർത്ഥത്തിലാണ് ആലത്തൂരും പാടൂരും പിറവിയെടുത്തതെന്ന് വില്യം ലോഗൻ മലബാർ മാനുവലിൻ്റെ 2ാം വോള്യത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. BC 2ാം ശതകത്തിലാണ് ജൈനമതക്കാർ ആലത്തൂരിലെത്തുന്നത്. വീഴ്മലയുടെ മുകളിലുള്ള ഗുഹയും അതോടൊപ്പം പാറയിലെ തീർത്ഥവും ക്ഷേത്രാവശിഷ്ടങ്ങളും ഇടിഞ്ഞമർന്ന ചുമരുകളുമൊക്കെ ജൈനമതക്കാരുടെ ആവാസ വ്യവസ്ഥയുടെ സാക്ഷ്യപത്രങ്ങളാണ്. ഇവിടെ നിന്നും കണ്ടെത്തിയ ജൈന തീർത്ഥങ്കരന്മാരായ മഹാവീരൻ്റെയും പാർശ്വനാഥൻ്റെയും ജൈന വിഗ്രഹങ്ങൾ ആലത്തൂരും പാടൂരും ജൈനമതക്കാരുടെ കേന്ദ്രമായിരുന്നുവെന്ന വിശ്വാസത്തെ രൂഢമൂലമാക്കുന്നു. വിജ്ഞാനത്തിൻ്റെ സൂര്യകുംഭമായിരുന്ന ജൈന സന്യാസിമാരിൽ നിന്നാണ് വന്ധ്യതയുടെ പൊരുളുകൾ തേടി പാടൂരിൽ ജീവിച്ചിരുന്ന പൊന്നൻപൂശാരിയിലെത്തുന്നത്. സുബ്രഹ്മണ്യൻ്റെ ഭക്തനായിരുന്ന പൊന്നൻപൂശാരി പഴനിയിലെ പാലാഴിമഠം സ്വാമികളുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു. വീട്ടുവളപ്പിൽ മുരുകക്ഷേത്രം പണിത് ആരാധിച്ചു വന്നിരുന്നു. പഴനിയിലെ പകുതി പാടൂർ എന്നാണ് പഴമക്കാർ പറഞ്ഞു പോന്നത്. നിഷികാന്ത്, താങ്കൾ വളരെ ചെറുപ്പക്കാരനാണ്. പ്രത്യേകിച്ച് അമ്മയോടൊപ്പം തന്നെയാണെങ്കിലും വന്ധ്യതാ ചികിത്സയിൽ വളരെ സജീവമായി നിൽക്കുമ്പോൾ തന്നെ വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ നമ്മുടെ മുന്നിലെത്തുകയും ചിലപ്പോൾ അവരുടെ തങ്ങളുടെ ചികിത്സയിലൂടെ കുട്ടികളുണ്ടാവുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ കിടത്തി ചികിത്സ നടത്താറുമില്ല. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ആരോപണത്തിന് വിധേയനാവുന്ന ഒരു ഘട്ടം വരാറുണ്ട്. കാരണം നമുക്കറിയാം, കാരണം ഇതിലെ കള്ളനാണയങ്ങൾ ഒരുപാടുണ്ട് ഈ മേഖലയിൽ. അത്തരം ഒരു ആരോപണങ്ങൾ എപ്പോഴെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആരോപണം ഇതുവരെ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇവിടെ രോഗികൾ വരുന്നത് ഒറ്റയ്ക്കല്ല, സ്ത്രീകൾ ഒറ്റയ്ക്ക് വന്നാൽ ഞാൻ ചികിത്സിക്കാറില്ല. ഭാര്യയും ഭർത്താവും കൂടെ വരണം.
രണ്ടുപേരും ഒരുമിച്ച് വരണം. അവരെ ഒരുമിച്ച് ഇരുത്തിക്കൊണ്ടാണ് ഞാൻ ചികിത്സയുടെ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതും പഥ്യം പറയുന്നതും ചികിത്സയെക്കുറിച്ച് മനസ്സിലാക്കുന്നതെല്ലാം. എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ തുറന്ന് ചോദിക്കാറുണ്ട്. അത് രണ്ടുപേരും ഇരുത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്. രഹസ്യമായിട്ടുള്ള ഒരു സംഭാഷണത്തിന് അവിടെ വഴിയൊരുക്കുന്നില്ല ഞാൻ. രണ്ടാമത്തെ കാര്യം, കിടത്തി ചികിത്സിക്കുന്നില്ല. രോഗികളുടെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഏതെല്ലാം ഔഷധങ്ങൾ ഇവർക്ക് കൊടുക്കണം എന്ന് ഞാൻ നിശ്ചയിച്ച് ആ മരുന്നും പഥ്യവും പറഞ്ഞു കൊടുത്ത് സ്വന്തം വീട്ടിലിരുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം മരുന്ന് കഴിക്കാവുന്ന ഇതാണ്. പഥ്യം കൃത്യമായി പാലിക്കുക, ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, സ്വന്തം വീട്ടിലിരുന്ന് മരുന്ന് കഴിക്കുക. വിദേശികളെ പോലും ഞാൻ ഇവിടെ താമസിപ്പിക്കാറില്ല. അവർ ഗോവയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിസോർട്ടിൽ പോയിട്ട് അവർ മരുന്ന് അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ. കാരണം റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ മരുന്ന് ചികിത്സിക്കാൻ തയ്യാറാണ്, മരുന്ന് കൊടുക്കാൻ തയ്യാറാണ്. താങ്കൾ പറഞ്ഞ പോലെ ആരോപണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് വന്ധ്യത. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾക്ക് പിടികൊടുക്കാതെയുള്ള സാഹചര്യം ഒരുക്കാതിരിക്കുകയാണ് നമ്മൾ വേണ്ടത്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ചികിത്സയുടെ നല്ല രീതിക്ക് കൊണ്ടുപോകാന്നുള്ള മാത്രമേ ഉള്ളൂ. നിഷികാന്ത്, അതുപോലെ തന്നെ പിന്നെ അലോപ്പതിയിൽ ഏറ്റവും കൂടുതൽ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഇക്സി, IVF തുടങ്ങിയിട്ടുള്ള അത്യന്താധുനികമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ, ചികിത്സാ പരീക്ഷണങ്ങൾ നടക്കുന്ന കാലമാണിത്. പക്ഷേ ഇത്തരം ചികിത്സകൾക്ക് വേണ്ടി പിന്നെ നിഷികാന്തിനെ സമീപിക്കാൻ പിന്നെ അലോപ്പതി ഡോക്ടർമാരിൽ ചിലരൊക്കെ നിർദ്ദേശിക്കാറുണ്ട് പേഷ്യൻസിനോടെന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണ്? ഈ IVF, ഇക്സി എന്നീ ലക്ഷങ്ങൾ ചെലവുന്ന ഈ ചികിത്സയ്ക്ക് പുരുഷന് ബീജവും സ്ത്രീക്ക് അണ്ടവും ഉണ്ടെങ്കിലേ ചെയ്യാൻ കഴിയുള്ളൂ. ഈ അവസ്ഥയിൽ അണ്ടം ഉൽപ്പാദിപ്പിക്കാനോ അല്ലെങ്കിൽ ബീജത്തിൻ്റെ മോട്ടിലിറ്റി കൂട്ടാനോ അലോപ്പതിയിൽ പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല. അവരപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പാരമ്പര്യ വൈദ്യന്മാരിലേക്ക് രോഗികളെ തിരിച്ചുവിടും. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം കുറേ സംസാരിച്ച് വരുമ്പോഴാണ് അവർ യാഥാർത്ഥ്യം പറയുന്നത്. അണ്ടോൽപാദനം ഇല്ല. ഡോക്ടർ പറഞ്ഞു നിഷികാന്തിൻ്റെ ചികിത്സയിൽ പോയി ആ മരുന്ന് കഴിച്ചാൽ അണ്ടോൽപാദനം ഉണ്ടാവും, അതിനുശേഷം ഇവിടെ വന്ന് ഇക്സി ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ രോഗികളോട് ഞാൻ ചോദിക്കാറുള്ള കാര്യമല്ല, അണ്ടം ഉൽപാദനമാണ് നിങ്ങൾക്ക് വിഷയം, അതല്ലെങ്കിൽ ബീജമില്ലാത്തതാണ് നിങ്ങൾക്ക് വിഷയമെങ്കിൽ നിഷികാന്തിൻ്റെ ചികിത്സയിൽ അത് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ 3 ലക്ഷവും 4 ലക്ഷവും കൊടുത്ത് ഇക്സിക്ക് പോകുന്നു എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ എപ്പോഴും ഒരു കൂട്ടുകൃഷി സമ്പ്രദായത്തിനോട് താല്പര്യമില്ലാത്ത ആളാണ്. എൻ്റെ ചികിത്സയിൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അത് നിഷികാന്തിൻ്റെ ചികിത്സയുടെ വിജയമാണെന്ന് ദമ്പതികൾ പറയണം. ഞാൻ പേഷ്യൻ്റ് പോയി എൻ്റെ ചികിത്സയുടെ പൂർണ്ണ വിജയത്തിന് നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ മാത്രമേ എൻ്റെ ചികിത്സ ഞാൻ നൽകുകയുള്ളൂ. ഇതിൻ്റെ ഗുണം എൻ്റെ ചികിത്സയിലൂടെ ഗുണം കിട്ടും, പക്ഷേ പേര് വേറൊരാൾക്ക് പോകും. എൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നത് ഈ സൽപ്പേര് കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ ചികിത്സയ്ക്ക് തയ്യാറാവുന്നവരോട് ഞാൻ പറയുന്നത്, ഈ ചികിത്സ പരിപൂർണമായും റിസൾട്ട് കിട്ടുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ ചികിത്സിക്കുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട്. നിഷികാന്ത്, ഇത്തരൊരു ചികിത്സാ രംഗത്തേക്ക് വരുമ്പോൾ തന്നെ ഇപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, 10-12 വർഷം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ചികിത്സ തേടി എത്തുമ്പോൾ ചില സാങ്കേതികമായിട്ടുള്ള വിഷമതകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കഠിനമായ പഥ്യം ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ സംശയിക്കുന്ന ആളുകളുണ്ട്. ചികിത്സാ രീതി ഒന്ന് സൂചിപ്പിക്കാമോ? കാരണം വെച്ചാൽ 2 കൂട്ടർക്കും പഥ്യം ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? പഥ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചികിത്സാ രീതിയാണ് ഞങ്ങളുടെ വന്ധ്യതാ ചികിത്സാ രീതി. സ്ത്രീക്ക് ആദ്യമായി 14 ദിവസത്തെ ഔഷധം സേവിക്കേണ്ടി വരുന്നു. അതിൽ ആദ്യത്തെ 7 ദിവസം മരുന്ന് കഴിക്കുന്ന സമയത്ത് സ്ത്രീക്ക് കുളിക്കാനോ മേൽക്കിടാനോ ഒന്നും പറ്റില്ല. ചൂടുള്ള വെള്ളത്തിൽ തുണിമുക്കി ശരീരം തുടയ്ക്കാം. അത് കഴിഞ്ഞാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ 3 നേരം ചൂടുള്ള കഞ്ഞിയല്ലാതെ വേറൊന്നും കഴിക്കാൻ പാടില്ല. കഞ്ഞിക്ക് പപ്പടം ചുട്ടതോ അല്ലെങ്കിൽ ചേനയോ വാഴയ്ക്കയോ മുതിരയോ ഏതെങ്കിലും ഒന്ന് ഇന്ദുപ്പിട്ടിട്ട് വെറുതെ വേവിച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കഴിക്കാനേ പറ്റുള്ളൂ. ജീരകവെള്ളം, കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ചൂടാക്കിയ വെള്ളം ചൂടോടുകൂടി തന്നെ കുടിക്കാൻ ഉപയോഗിക്കാം. ഈ 7 ദിവസവും പരിപൂർണ്ണ വിശ്രമം ആവശ്യമാണ്. 7 ദിവസവും വയറിളക്കം ഉണ്ടാവും. ഈ 7 ദിവസത്തെ മരുന്ന് കഴിഞ്ഞാൽ 8ാം ദിവസം കുളിക്കുന്ന ദിവസം മരുന്നില്ലെങ്കിലും ഈ 7 ദിവസത്തെ ഭക്ഷണക്രമം തന്നെയാണ് 8ാം ദിവസവും തുടങ്ങുന്നത്. 9ാം ദിവസം മുതൽക്ക് വീണ്ടും സ്ത്രീക്ക് 7 ദിവസത്തെ ഔഷധങ്ങൾ കൊടുക്കും. ആ സമയത്താണ് പുരുഷനുള്ള മരുന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടുപേരും ഒരേപോലെ വ്യത്യസ്ത മരുന്നാണെങ്കിലും ഒരേ പഥ്യത്തിൽ കഴിക്കുന്നതുകൊണ്ട് ആ സമയത്ത് തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന രീതിയിൽ ഒരുമിച്ച് തുടങ്ങിയാൽ മതി എന്നാണ് പറയാറുള്ളത്. അത് രാവിലെയും രാത്രിയും കഴിക്കാനുള്ള മരുന്ന് കഴിക്കുമ്പോൾ രാവിലെയും രാത്രിയും കഞ്ഞി കുടിക്കാം, ഉച്ചയ്ക്ക് വേണമെങ്കിൽ ചോറുണ്ണാം. ഇതിന് ഈ ഭക്ഷണക്രമം ഇത് തന്നെയാണ്. ഈ 20-22 വർഷത്തെ വന്ധ്യത മാറ്റുന്നതിനും ഇത്തരം ചികിത്സാ രീതിയിലൂടെയാണ് സുഖപ്പെടുത്താൻ കഴിയുക. 14 ദിവസം ആദ്യം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ മാസവും 4 ദിവസം വെച്ചിട്ടുള്ള മെഡിസിൻ, ഓരോ മാസം ആർത്തവത്തിൻ്റെ 2ാം ദിവസം മുതൽ 4 ദിവസം രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കാനുള്ള മരുന്നും ഈ 4 ദിവസം ആദ്യം പാലിച്ചിട്ടുള്ള 7 ദിവസത്തെ ഭക്ഷണക്രമം ഈ 4 ദിവസം മരുന്ന് കഴിക്കുമ്പോഴും 5ാം ദിവസവും പാലിക്കണം. പുരുഷന് 7 ദിവസത്തെ മരുന്ന് കഴിഞ്ഞാൽ 2 ദിവസത്തെ പഥ്യം കൂടി കൂടുതലായി പാലിക്കാം, മറുപഥ്യം കൂടി പാലിച്ചതിന് ശേഷം സ്ഥിരമായി കഴിക്കാൻ ഒരു പൗഡർ കൊടുക്കാറുണ്ട്. അത് കൗണ്ട് മോട്ടിലിറ്റി കൂടാനുള്ളതാണ്. അത് രാത്രി കിടക്കാൻ നേരത്ത്
പശുവിൻ പാലിൽ 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ പശുവിൻ പാലിൽ 1 ടീസ്പൂൺ ഇട്ടിട്ട് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കാൻ പറയും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മദ്യപാനം, പുകവലി പൂർണ്ണമായിട്ടും വർജിക്കേണ്ടതാണ്. എന്നാലും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. മൈദ പോലുള്ള ഭക്ഷണങ്ങൾ പരിപൂർണമായിട്ടും ഒഴിവാക്കണം. സാധാരണ നമ്മൾ നോർമലായിട്ടുള്ള ചോറ്, കഞ്ഞി, ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ളത് വേണമെങ്കിൽ ഈ പൗഡർ കഴിക്കുന്ന സമയത്ത് കഴിക്കാം. രാത്രിയിലെ ഭക്ഷണത്തിൽ മത്സ്യം, മാംസം, മോര്, മുട്ട ഇതൊന്നും ഉപയോഗിക്കാനും പാടില്ല. ഇതാണ് ചികിത്സാ രീതി. ഇത് പാലിക്കാൻ എല്ലാവരും തയ്യാറാവുന്നുണ്ട്. കാരണം വേറെ ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണ് എൻ്റെ അടുത്ത് എത്തുന്നത്. അവസാന അത്താണി എന്ന രീതിയിൽ ഇവിടെ വരുമ്പോൾ ഇതും കൂടി പാലിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് പ്രസവിക്കാനുള്ള അർഹത ഇല്ലയെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ പേഷ്യൻ്റ് പറയാറുണ്ട്, 14 ദിവസം പത്തി ഇരിക്കണോ, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോളൂ. നിങ്ങളുടെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം സാധിക്കണമെങ്കിൽ ഞാൻ പറയുന്ന പഥ്യം പാലിക്കണം. അല്ലാത്തവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ ആദ്യം ഒരു അമ്പരപ്പുണ്ടെങ്കിലും അതിനുശേഷം അവർ മരുന്നെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒരു പോസിറ്റീവ് റിസൾട്ടൊക്കെ വരുമ്പോഴാണ് അവർക്ക് ഈ കഷ്ടപ്പെട്ടതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത്. 100 വർഷം മുൻപ് വന്ധ്യതാ ചികിത്സ തുടങ്ങിയ പൊന്നൻ പൂശാരി വൈദ്യർ മുതൽ 6ാം തലമുറ വരെ പൊന്നൻ പൂശാരി എന്ന നാമധേയത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. 6ാം തലമുറയിലെ പൊന്നൻ പൂശാരി പാറു ദമ്പതിമാരുടെ മകൻ 7ാം തലമുറയിലെ കുമാരൻ വൈദ്യരാണ് യഥാർത്ഥത്തിൽ വന്ധ്യതാ ചികിത്സയ്ക്ക് കൂടുതൽ പ്രചാരം നൽകിയത്. വന്ധ്യതാ ചികിത്സയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിഷചികിത്സയിലും ആയുർവേദത്തിലും കൈമുദ്ര പതിപ്പിക്കാനും കുമാരൻ വൈദ്യർക്ക് കഴിഞ്ഞു. പാരമ്പര്യ നാട്ടുവൈദ്യത്തിലെയും ആയുർവേദത്തിലെയും സമർപ്പിതമായ പ്രവർത്തനം കണക്കിലെടുത്ത് 1939 ഫെബ്രുവരി 6-ന് മദിരാശി ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഇന്ത്യൻ മെഡിസിൻ കുമാരൻ വൈദ്യർക്ക് ചികിത്സ നടത്താനുള്ള ഔദ്യോഗികമായ മെഡിക്കൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകി. വിഷചികിത്സയിലെ പ്രാഗൽഭ്യം കണക്കിലെടുത്ത് തിരുവിതാംകൂർ രാജവംശത്തിലെ ഇളയ രാജാവ് കുമാരൻ വൈദ്യർക്ക് പുരസ്കാരം നൽകി ആദരിച്ചു. വന്ധ്യതാ ചികിത്സ നടത്തുന്ന 9 തലമുറയിലെ പൊന്നൻ പൂശാരിമാരിൽ കുമാരൻ വൈദ്യർ മാത്രമാണ് വന്ധ്യതാ ചികിത്സയ്ക്ക് പുറമെ വിഷചികിത്സയും ആയുർവേദ ചികിത്സയും നടത്തിയിരുന്നത്. കുമാരൻ വൈദ്യരിൽ നിന്നും മകൻ